ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കയറാൻ പോകുന്ന അമ്പുത്തി മല കേട്ടോ. ഇന്ന് എൻ്റെ കൂടെ ഇതാ അർഷു മച്ചാൻ കേട്ടോ. അപ്പോൾ അതുപോലെ ഇവനുണ്ട്, എല്ലാ വീഡിയോയിലും ഇവനുണ്ട്. അതെ അതെ, ഇന്നും ഉണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ? പോവാം. ഓക്കെ. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് കാണുന്ന വഴികളും ഒക്കെ കാണാം. എന്നാ വരും. അങ്ങനെ ഞങ്ങളെ യാത്ര ഇതാ ഇവിടുന്ന് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് തുടക്ക സ്ഥലം. നോക്ക്, ഇവിടെ ഇതാ ഒരു പാറ, ഇതിൻ്റെ ഉള്ളിൽ ഗുഹകളുണ്ട് കേട്ടോ. അങ്ങോട്ട് ഇതാ വലിയ ഗുഹയല്ലേ? ഏതാ വലിയ വലിയ ഗുഹയാണ്. സ്റ്റാർട്ടിങ് തന്നെ പാറകളില്ലേ. അതെ, ചുറ്റും മരങ്ങള്. ആ ഒരു മങ്കി ഏതാ നിൽക്കുന്നു? മങ്കിയതാ എവിടെയാ? 9 മങ്കികൾ. മങ്കി മങ്കി ഓടി, ഞങ്ങളെ കണ്ട ഓടി. ഇതാ മങ്കി ചാടുന്നേ. ഹായ്. ഇതൊക്കെ ചക്കയൊക്കെ അവര് തിന്നിട്ട് ചാടിക്കളിക്ക. കാട്ടിലുള്ള ചക്കതാ. ഒരുത്തുന്നത് അങ്ങോട്ട് ചാടുന്നു, ഒരുത്തത് ഇങ്ങോട്ട് ചാടുന്നു. മരത്തില് കിടക്കുന്നു. റോഡിന്റെ പണിയുണ്ടോ തോന്നുന്നല്ലേ? ഇവിടെ എന്തോ റോഡ് പണിയുണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങളിവിടെ കേറട്ടോ. ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. ഇനിയിപ്പോ മുന്നോട്ടുള്ള വഴി എങ്ങനെ അറിയില്ല. ഇവിടുന്ന് എങ്ങനെ പോകണം തോന്നുന്നല്ലേ? ഇവിടുന്ന് അങ്ങനെ പോകണം തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റാട്ടത്. അത്യാവശ്യം ഇപ്പൊ തന്നെ ഭയങ്കര കയറ്റല്ലേ. മലേന്റെ മുകളിലേക്കുള്ള വഴി ഇതല്ലേ? ഞങ്ങളിതവിടെ പണിക്കാരൊക്കെ ഉണ്ട്, ചോദിക്കുന്ന ഒരാൾ. അപ്പൊ നമ്മൾ ഈ വഴിയിലൂടെ പോണത്. കയറി നോക്കാം. ഇതാണ് വഴി. ഞങ്ങൾ കയറാൻ പോവാട്ടോ. അയ്യോടാ, നല്ല കയറ്റാണല്ലോ അല്ലേ ഇത്? നല്ലൊരു കയറ്റാണ് ഗൈസ്. ഭയങ്കര കയറ്റാ. ഇവിടെ ഞങ്ങൾ വന്നേട്ടോ. ഇതൊക്കെ ഇവിടുന്ന് പാറകളൊക്കെ ഇവിടെ ചുറ്റിനും പാറ കേട്ടോ. ഗൈസ് നോക്ക്, ഗൈസ് ഗുഹ നോക്ക് ഗൈസ്. വലിയ കിടങ്ങുകളാട്ടോ. അമ്പ. അടിപൊളി തോന്നുന്നു. ഇത് തുടക്കം മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഇങ്ങനെ കയറ്റമുണ്ട്, ഗുഹകളും ഉണ്ട്. നോക്ക്, ഫുൾ പാറകളല്ലേ ഇവിടെ. ഓരോരോ ചെറിയ ഇടവഴി ഉള്ളൂ. ഇങ്ങനെ കയറുന്നതിനനുസരിച്ച് ഭയങ്കര കയറ്റാണല്ലോ അല്ലേ? നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇത് ഇങ്ങനെ ചെരിവ് കൂടി വരികയല്ലേ? മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഭയങ്കര കയറ്റാട്ടോ. കുത്തനായി വരുന്നു. ചുറ്റും നല്ല കാടാട്ടോ. കാടാട്ടത്, ചുറ്റിനും കാടാ. ഈ ഭാഗമൊക്കെ കാണാൻ വളരെ അടിപൊളി കേട്ടോ. നോക്ക്, ഫുള്ള് പാറകൾ, മരങ്ങൾ, പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ഗുഹകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാവരും പോകുന്ന വഴിയാണ്. പക്ഷേ ഇന്ന് ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ. ചെറിയ പേടിയുണ്ട്, പുലിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടെ. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ, ഞങ്ങൾ പിന്നെ തിരികെ പോവില്ല. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ നല്ല, ഇവിടെയൊക്കെ നല്ല സസ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വെറൈറ്റി നമ്മളിതുവരെ കാണാത്ത സസ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം കേട്ടോ അമ്പുത്തിമല. അമ്പുത്തിമലയുടെ മുൻഭാഗം അറിയപ്പെടുന്നത് എടക്കൽ ഗുഹ കേട്ടോ. ഞങ്ങൾ ഇപ്പുറത്ത് ഗോവിന്ദച്ചിറ വഴിയാണ് കയറി വന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഈ വഴി കയറി വരുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അവിടുത്തെ കാട്ടി നല്ല രസമുള്ള കാഴ്ചകൾ കാണാം. ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ കാടിൻ്റെ നടുക്കിലെത്തി കേട്ടോ. ഇവിടെ വന്യമൃഗ ശല്യമുള്ള സ്ഥലം എന്നൊക്കെ പറയുന്നത് കേട്ടോ. കരടി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, പിന്നെ പുലി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ പകൽ സമയത്തുണ്ടാവില്ല, രാത്രിയാണ് ഉണ്ടാകുക. അപ്പോൾ എന്നാലും ഞങ്ങൾക്ക് ചെറിയൊരു പേടിയുണ്ട്. എന്നാലും മുന്നോട്ട് പോകട്ടോ. അതൊക്കെ ഇവിടെ കാണുമ്പോൾ മുന്നോട്ട് പോകാൻ തോന്നട്ടോ. എന്തൊരു ഭംഗിയാണ് നോക്ക്, മുന്നിലൊക്കെ മരങ്ങളും
പാറകളും. ഞങ്ങൾ ട്രക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ ട്രക്കിംഗ് കേട്ടോ ഈ അമ്പുത്തിമല കയറ്റം. ഏകദേശം 2000 മുകളിൽ അടി ഉയരത്തിലാണ് കേട്ടോ ഈ അമ്പുത്തിമല സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിൽ തന്നെ ഓൾമോസ്റ്റ് 2ാമത്തെ ഉയരം കൂടിയ മല കേട്ടോ അമ്പുത്തിമല. വയനാട്ടിൽ ഉയരത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ മല കേട്ടോ ചെമ്പ്രമല. അതും നമ്മൾ ഒരു ദിവസം കവർ ചെയ്യും കേട്ടോ. ഇതിന്റെ ഇടയിലൂടെ അവിടെ ഇടയിൽ കൂടെ ഒരു അരിവ് ഒഴുകുന്നുണ്ട് കേട്ടോ. താഴെ ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് നേരത്തെ കാണിച്ചു തരാം. അവിടെ കയറി വന്നിട്ട് തിരിച്ചിറങ്ങുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. എടാ ഇനി ഇങ്ങോട്ടാ വഴി. ഇതാ ഈ അടയാളം കാണുന്നു. ഈ വഴിക്കായിരിക്കും ചവിട്ടുപാടില്ലേ, നടന്നുപോയ വഴികളാ. ആള് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. അല്ലാണ്ട് വഴി ഇങ്ങനെ നിൽക്കുന്നത്. അതിന്റെ നിലയ്ക്ക് എങ്ങനെ എത്തുന്നു? ഇവിടെയാണ് തോന്നുന്നു എന്റെ സുഹൃത്ത് പറഞ്ഞത്. ഇവിടെ ഈ പാറ എത്തിയപ്പോ മുന്നോട്ട് പോകും തോറും ഭയങ്കര കുത്തനെയുള്ള കയറ്റം. നമ്മൾ ഇതുവരെ പോയതിൽ കുറച്ചൊക്കെ ഒരു നിരപ്പായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര കുത്തനായ കയറ്റങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കട്ടെ നമ്മൾ മുന്നോട്ട്. നമ്മൾ നടന്ന് വഴി കഴിഞ്ഞു. ഇപ്പോൾ ഒരു കുത്തനെയ പാറ. ഇനി ഈ കുത്തനെയ പാറയാണോ കയറേണ്ടതെന്ന് അറിയില്ല. വേറെ വഴി കാണുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ ഒരു വഴി കണ്ടു. ഈ വഴി കൂടെ ഒന്ന് പോയി നോക്കാം. ഈ വഴി കൂടെ വഴിയുണ്ടോ എന്ന് അറിയില്ല. കുത്തനെ പാറ എന്തായാലും കയറാൻ കഴിയില്ല. അപ്പോൾ ഈ സ്ഥലത്ത് കൂടെ ആയിരിക്കും വഴി. അയ്യോ, അത് വേറെ വഴിയാണല്ലോ. ഇതെന്തത്? ഇതെങ്ങനെ ഇത് ഇവിടം വരെ ഉള്ളൂ? തന്നെ മാറ ഇത് ഉള്ളൂ തോന്നൂലേ? ഈ വഴി കയറിയാലോ? അതെ, പായലാണോ? ആ വഴിയാ ശരിക്കും കയറണ്ട് മേലേക്ക്. ഏത് ആ വഴി? അപ്പൊ ഇതിന് ഈ വഴി തന്നെ അല്ലല്ലോ റോഡ്? അതിനെ തന്നെ തോന്നൂലേ? സൈഡിൽ കൂടി കയറണോ? ജസ്റ്റ് നോക്കാം, നമുക്ക് പറ്റൂല്ലെങ്കിൽ റിസ്ക് എടുക്കണ്ട. താഴെ കൂടെ എന്തായാലും ആ കയറ്റം കയറിയിട്ടാ മേലെ പോകേണ്ടത്. പക്ഷെ പായലൊക്കെ ഉണ്ട്, കയറാൻ പറ്റുമോ അറിയില്ല. എന്തായാലും നിങ്ങളൊന്ന് അവിടേക്ക് പോയി നോക്കട്ടെ. പോയി നോക്കി നോക്കാം അല്ലേ? അല്ലെങ്കിൽ ഇതാ ഈ വഴിയും കയറാം. പക്ഷെ ഈ വഴി ഭയങ്കര കുത്തനെ. അല്ല അത് തന്നെ നോക്കാം, നമുക്ക് പോയിട്ടേ അവിടെ പോയി നോക്കാം. അവിടെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമോ? മറ്റോടത്തൊക്കെ കയറാൻ നല്ല വഴി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഭാഗത്ത് കയറാൻ ഒരു വഴി ഞാൻ കണ്ടു. അത് തന്നെയാണോ അറിയില്ല, പോയി നോക്കാം. ഇതാ ഈ വഴി, ഇതാ ഈ വഴിയാ. അതാ ഇതന്നെ. ഭയങ്കര ഒരു ഡേഞ്ചർ സ്ഥലം കേട്ടോ. ഫുള്ളും കാട്, തൈലപ്പുല്ലൊക്കെ ആയിട്ട് മൃഗങ്ങൾ പതുങ്ങിയിരുന്നാലും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം നമ്മൾ മുന്നോട്ട് ശ്രദ്ധിച്ച് പോകട്ടോ. അപ്പൊ ഒന്നുകൂടി മുന്നോട്ട് പോയിക്കോട്ടെ. ചെറിയ വഴിയുണ്ട്, പോയി നോക്കാം. അറിയില്ല. ചെറിയൊരു സ്പേസ് ഉള്ളൂ. അതെ, ഫ്രണ്ടിലേക്ക് നോക്കട്ടോ. ആഹാ, എന്റെ മോനെ ചെറിയ ഗ്യാപ്പ് കൊടുക്ക. അയ്യോ, വീട്ടില് ഒരു ഗ്യാപ്പുള്ളൂ അല്ലേ? ചെറിയൊരു ഗ്യാപ്പുള്ളൂ. എത്തിയിട്ടില്ല. ഇനി മേലോട്ട് പോകണം. കുപ്പികളൊക്കെ ഉണ്ടല്ലേ? അതാ കുപ്പിയൊക്കെ ചേർത്ത് ആളുകൾ വരുന്ന സ്ഥലം. ഇതിങ്ങനെ കയറി കയറി വലിയ കയറ്റം തന്നെ കേട്ടോ. വെയിൽ വരുന്നുണ്ട്. നമ്മൾ ഏത് വഴിയിലൂടെ പോകും?
ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച തോക്ക് കാട്ടിലൊരു വ്യത്യസ്തമായൊരു കൂണ്, ഒരു മരക്കൂണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ശരിക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര കൗതുകം തോന്നുന്നുണ്ട്, അതേപോലെ തന്നെ പേടിയും തോന്നുന്നുണ്ട് കേട്ടോ. ഫുള്ള് ഭയങ്കര കാടാട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും മൃഗങ്ങൾ വന്നാൽ പോലും കാണാൻ കഴിയില്ല. അപ്പുറത്തും നോക്ക് കാട് നോക്ക് തിങ്ങി വിങ്ങി കാടാട്ടോ. അതിൻ്റെ നടുക്കിലൂടെ ഞങ്ങൾ പോകുന്നത്. ഞാനും ഇവനും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒന്ന് നിലവിളിച്ചാലും ആരും ഉണ്ടാവില്ല ഇവിടെ നിന്ന്, പെട്ടെന്ന് ഒരു മൃഗങ്ങൾ വന്നാൽ. പക്ഷേ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഇത്. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോവാം കേട്ടോ. ഈ മല കയറാൻ കുറച്ചൊക്കെ ധൈര്യമാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ട് ആരോഗ്യം വേണം, എന്നാലേ നമുക്ക് മുന്നോട്ട് ഇങ്ങനെ കയറി പോകാൻ കഴിയുള്ളൂ കേട്ടോ. നടന്ന് തളർന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒന്ന് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പോന്നിരിക്കുന്നു. ഒതുങ്ങിയൊരു നല്ലൊരു പാറ കിട്ടി, ഇവിടെ ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങളിതാ ഇവിടെ റെസ്റ്റ് ചെയ്യാട്ടോ. കുറച്ചേരം ഇരിക്കുക കേട്ടോ. ഭയങ്കര ടയേർഡായി, ഒരുപാട് നടന്നു കയറി വന്നിട്ട് ഭയങ്കര ടയേർഡായി. ഒന്ന് കിടപ്പ് പറ്റിയിട്ട് ഇനി അടുത്ത് കയറാന്ന് വിചാരിക്കുക. ഇനി കുറെ കയറാണ്ട്, വഴി കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഇത് മുകളിലോട്ട് കുറെ ഉണ്ട് കേട്ടോ. നേരത്തെ കുളിച്ച് നേരത്തെ പോയി. ഞങ്ങളെ കാടിലാ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളും മരങ്ങളും കുറച്ച് ചീവീടും പാറകളും മാത്രമേ കേട്ടോ. ഏകാന്തത, ഒരു സമാധാനം ഉണ്ട് കേട്ടോ. പണ്ടത്തെ കാട്ടിലെ മനുഷ്യന്മാർ ഇങ്ങനത്തെ കാടുകളിലൊക്കെ അല്ലേ ജീവിച്ചതില്ലേ. അതെ, വഴി കാണിച്ചാം. ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങി. അപ്പൊ കൂട്ടുകാരെ ഇത് കണ്ടോ, ഇത് കണ്ടോ കൂട്ടുകാരെ, ഇതാ ഇതൊരു ആരോ മാർക്ക് കേട്ടോ. അപ്പൊ ഇങ്ങോട്ടാണ് വഴി. ഇങ്ങോട്ടാ വഴി. കുപ്പിയൊക്കെ ഉണ്ട്. അപ്പൊ ആള് വരുന്ന സ്ഥലമാണ്. കാടുമില്ലല്ലേ, നല്ല കാടാ. അഡ്വഞ്ചർ എന്നൊക്കെ പറഞ്ഞാ അടിപൊളിയാ. ഒന്നൊന്നര നമ്മളെ മറ്റേ കുരിശുമല പോയതിനെ കാട്ടി വലിയ ട്രക്കിംഗ് കേട്ടോ. അതെ, എത്ര നേരല്ലേ ഇവിടം വരെ എത്തിയവരെ. അപ്പൊ അതിന്റെ മുകളിലേക്ക് എന്താണാവോ. ഞങ്ങള് കുരിശുമല പോയതിനെ കാട്ടി വലിയ ട്രക്കിംഗ് കേട്ടോ ഇത്. എന്താ മോനെ, എത്ര ഞങ്ങൾ വന്നോ അറിയാം. അതെ. അപ്പൊ കൂട്ടുകാരെ, മഴ പെയ്തതിന് ശേഷം ഇവിടെ നല്ല വഴുക്കലുണ്ട് കേട്ടോ. നല്ല വഴുക്കലുണ്ട്. അപ്പൊ ഒന്ന് വരുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചു വരിക. മഴയൊന്നും വരാനിട്ടില്ല. ഇനി എങ്ങോട്ടും അറിയില്ല. ഞങ്ങൾ ഈ വഴി ഒന്ന് കയറി നോക്കട്ടെ. ഈ വഴി തന്നെ ആയിരിക്കും പോലെ. അതെ തന്നെയാ. എന്തായാലും എസ്കെ ഒന്ന് വേർത്തു അല്ലേ. വേർത്തു. ഇതേപോലെ 2-3 മല കയറിയാൽ നമ്മൾ തടിയൊക്കെ കുറയും കേട്ടോ. അയ്യേ, നമ്മൾ വെറുതെ ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. വയറുള്ളവരും ഓക്കെ. ഇതിൽ പോകുമ്പോ ഒന്നുകൂടി എല്ലാവരും ശ്രദ്ധിക്കണം. ഈ സമയത്ത് വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക, പരമാവധി ശ്രദ്ധിക്കുക. എന്താ മോനെ, മുന്നിൽ വേറെ കാട്. ഗുഹ. ഇവിടെ ഫുള്ള് ഗുഹ കേട്ടോ. കാട്ടുപന്നികൾ കുറെ ഉണ്ട് ആ ചേട്ടായി പറഞ്ഞത് അല്ലേ. പക്ഷെ അത് രാത്രി ഇറങ്ങുള്ളൂ ചേട്ടായി പറഞ്ഞത്. എന്തായാലും അഡ്വഞ്ചേഴ്സായി. ഇനി നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. ഇനി കുറച്ച് റിസ്ക്കാണ്. ഈ ഏരിയ തോന്നുന്നില്ല. ഈ ഏരിയ തോന്നുന്നു. ഇവിടെയാണ് നമ്മളെ ഇത് എൻഡിങ് തോന്നുന്നല്ലേ. ഈ വഴി അല്ലെങ്കിൽ ആ വഴി, ഈ വഴി കയറി പോകത്തൊന്നുമില്ല. ആണല്ലേ. നമുക്ക് ഈ വഴി ഒന്ന് കയറി നോക്കാം. അതെ. അപ്പൊ എസ്കെ ഇപ്പുറത്തൊരു വഴി കാണുന്നുണ്ട്. അവിടെ
പക്ഷെ ഇതിൽ പോയേക്കാം. ഈ വഴി ഒന്ന് പോയി നോക്കാം. ഓ ഇത് നമ്മളിവിടെ ഈ വഴിയാ തോന്നണേ. എന്നാലും പോയി നോക്കാം. വരുമോ? ഈ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ കാടുകളിലാണ് പന്നികൾ കൂടുതലുണ്ടാവും. പന്നികളല്ലേ? ഇത് വലിയ കാണുന്നുണ്ടല്ലോ. ഒഴുക്കല. ഞങ്ങള് മുന്നോട്ട് പോട്ടോ. മഴ പെയ്തുണ്ട്, ചെറുതായിട്ട് വഴുക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് തന്നെ അല്ലേ? അതെ. വലതൊക്കെ അവിടെ എത്തണം. ശ്രദ്ധിക്കണം. ഓക്കെ. ഞങ്ങൾ മുന്നോട്ട് പോകും തോറും ഫുൾ കാടാട്ടോ. വഴിയൊന്നുമില്ല, വഴിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയാട്ടോ മുന്നോട്ട് ഇങ്ങനെ കയറി പോകുന്നത്. ഇപ്പുറത്ത് നോക്ക് പാറ, അപ്പുറത്ത് കാട്, അതിൻ്റെ നടുക്കിൽ ചെറിയ വഴിയിലോട്ടെ ഞങ്ങളിങ്ങനെ മുന്നോട്ടിങ്ങനെ പോകുന്നത്. ശ്രദ്ധിച്ച് അടിയിലേക്ക് നോക്കണം, മേലോട്ടും നോക്കണം. ഇനി പുലി വരുന്നുണ്ടോ പാമ്പ് വരുന്നുണ്ടോ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോണതൊക്കെ. മരത്തിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ അവനിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ബാക്കിൽ നിന്ന് ക്യാമറ ഇങ്ങനെ പിടിക്കുകയാണ്. അവനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. ഇനി വഴി കാണുന്നില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു. ഇനിയിപ്പോൾ ഏത് വഴിയാണെന്ന് അറിയില്ല. അവൻ പറയുന്നത് അപ്പുറത്തൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞു, അതിലൂടെ പോകാനിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അതാ വീണ്ടും ഒരു പാറ. ഇനിയിപ്പോൾ ഈ പാറേൻ്റെ മേലേക്ക് കയറണം അതോ ഇനി വേറെ ഏതെങ്കിലും വഴിയുണ്ടോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. നോക്കിയിട്ട് എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. ഇതുവഴി ഇനി വലിഞ്ഞു കയറാനും പറ്റില്ല കേട്ടോ, റിസ്ക് ആണ്. വേറെ ഏതെങ്കിലും വഴിയുണ്ടോ അറിയില്ല. ഞങ്ങൾ അപ്പുറത്ത് പോയി നോക്കുമ്പോൾ ഇതാ ഈ ഭാഗത്തൊരു വഴി കണ്ടിട്ടുണ്ട്. ഇതിലൂടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇതാ കാണിച്ചു തരാം കേട്ടോ. അതാ ഈ വഴിയിലൂടെ എങ്ങനെ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇല്ല, കയറി നോക്കി നോക്കാം എന്താ പറ്റുമോ നോക്കി നോക്കാം. ചെറിയ ഇവിടെ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയാട്ടോ. അങ്ങനെ കയറിയതാ ഇവിടെ ഒരു ഭാഗത്തെത്തിട്ടോ. ഓഹ്, ഈ ഒരു ഭാഗത്തെത്തി. നോക്ക്, ഇവിടെ എത്തിയിട്ട് കാണുന്ന വ്യൂ അതോ ആ കണ്ട ഇതില്ല ചെറിയ അവിടെ നിന്നാട്ടോ ഞങ്ങൾ വന്നത്. അവിടെ നിന്ന് നോക്ക്, ഇത്ര ഹൈറ്റ് ഉണ്ട് അവിടെ. ഞങ്ങൾ ഇത്രയും ദൂരം വന്നിട്ടോ. നോക്ക്, അത് അവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്. അവിടെ നിന്ന് ഇവിടെ വരെ എത്തി. എത്ര ഹൈറ്റിലാട്ടോ ഇവിടെ നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലും കയറണം കേട്ടോ, മുകളിലേക്ക് എത്തണമെങ്കിൽ. ഇതൊക്കെ ഇവിടുത്തെ വ്യൂ നോക്കും. വ്യൂ ഒക്കെ അടിപൊളി കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോഴൊക്കെ അടിപൊളി, നല്ല വ്യൂ. ഇനിയിപ്പോൾ ഈ പാറേൻ്റെ മേലെ കൂടെ അതിൻ്റെ മുകളിലോട്ട് കയറണം കേട്ടോ. അപ്പം ഞാൻ എല്ലാം കയറുക കേട്ടോ ആദ്യം. മേലോട്ട് കയറി വെക്കട്ടോ. താഴെ അപാര കൊക്കയാണ്. അങ്ങോട്ട് ഒന്ന് കയറി വെക്കാം. ഓക്കെ, നീ കയറണ്ടേ? ആ ഇതിലെ വഴി തന്നെ. അല്ല, ഫോൺ പിടിക്കണ്ടേ? ഈ പാറ കയറി കഴിഞ്ഞിട്ട് കണ്ട പാറ കേട്ടോ ഇത്. ഇനി ഇതും കയറണം കേട്ടോ. ഇതും കയറിയാലേ നമുക്ക് അതിൻ്റെ മേലെ എത്തുള്ളൂ. കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. ഇപ്പോൾ ഇത് എങ്ങനെ കയറാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ കുറച്ചൊന്ന് സ്പീഡിലൊന്ന് കയറുന്നുണ്ട് മേലോട്ട്. എവിടെ വരെ കയറും നോക്കി നോക്കാം. ആ മലക്കാണ് നമുക്ക് കയറേണ്ടത് കേട്ടോ. ആ മലയും കയറി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുറച്ചും കൂടി ഒരു കയറ്റുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് അമ്പത്തിമലയിലെ ടോപ്പിലെത്താം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. എന്തായാലും
ഞാൻ കയറുന്നുണ്ട്. നമുക്ക് പിടിച്ച് കയറാനൊക്കെ പറ്റും. ഇത് അവിടെ ഒരു കൊത്തുണ്ട്, കല്ല് കൊത്തി പോലെ കൊണ്ട് തന്നെ പിടിച്ച് കയറാനൊക്കെ പറ്റും. പക്ഷേ താഴേക്ക് നോക്കരുത് കേട്ടോ. താഴേക്ക് നോക്കിയാൽ നമ്മൾ തല ഇറങ്ങും. ഞാൻ കുറച്ച് കയറി കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ കുറച്ച് നേരം വിശ്രമിക്കാം കേട്ടോ. ഇനിയിപ്പോൾ അവൻ വരട്ടെ, അവൻ വരുന്നവരെ ഇവിടെ നിൽക്കാം. അവൻ കയറി വരുന്നുണ്ട്. അതുവരെ ഇതാ അവിടെ ചെറിയ തണലൊക്കെ ഉണ്ട്, ഇവിടെ നിൽക്കാം കേട്ടോ. അവന് കയറ്റമൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ചുറ്റും കാണുന്ന വ്യൂ നോക്കി അടിപൊളി നോക്കുക. അതാ അമ്പുത്തിമല, നമ്മളാ മറ്റേ ഇടയ്ക്കൽ നിന്ന് കാണുന്ന മലയൊക്കെ കേട്ടോ. അത് അമ്പുത്തിമല നമ്മൾ ഏറ്റവും അടുത്ത് ഏറ്റവും ടോപ്പിലെത്തിയിട്ടോ ഞങ്ങളിതാ തൊട്ടടുത്ത്. എന്തൊരു ബ്യൂട്ടിയാന്ന് നോക്ക്. അതോ ഇവിടെ എത്തിയപ്പോൾ അവൻ്റെ കാല് വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവനിനി മേലോട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ നിൽക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു കയറി വരാൻ, പക്ഷെ അവൻ്റെ കാല് വേദന പറഞ്ഞിട്ടാണ് അവിടെ നിൽക്കുക കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ മേലേക്ക് നമ്മൾ എത്തണം കേട്ടോ. അവിടെ കണ്ടില്ല ഒരു പാറ, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേലെ കയറണം കേട്ടോ. ഇപ്പത്തിന് ഞങ്ങൾ കയറി 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 ഒരു അവസ്ഥയായി. ഇപ്പം ഞാൻ കുറച്ചുകൂടി മേലെ കയറി കേട്ടോ. അതാ അവനെ അവിടെ തന്നെ നിൽക്കുകയാണ്. അവനെ കാലൊന്ന് സുഖമായിട്ട് കയറാമെന്ന് പറയാം കേട്ടോ. കാലൊന്ന് റെഡി ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് വിശ്രമിക്കാനിരിക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഒന്ന് മേലോട്ട് പോയോട്ടെ. ഇനി ഈ വഴിയാ തോന്നണേ, അതോ ആ വഴിയോ? ആ വഴി ഒന്ന് പോയോക്കാം. കുറച്ച് തെന്നലൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഭയങ്കര ഉയരത്തിലാട്ടെ ഞാൻ. ഈ വഴിയായിരിക്കും തോന്നണേ. എന്തായാലും കയറി നോക്കട്ടെ. ഇതൊക്കെ പായല്. ഞാൻ എത്ര ഉയരത്തിലാണ് കാണിച്ചരാ, ഇത്ര ഉയരത്തിലാട്ടെ ഞാൻ. ഓക്കെ, അതൊരു ഭയങ്കര ഒരു ഏട്ടായിട്ടോ. നോക്ക്, ഭയങ്കര ഒരു ഗുഹ കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും, പക്ഷെ ഭയങ്കര ടയേർഡായി. വെള്ളമില്ല, അവന് താഴെയാണ്. നോക്ക്, അതിൻ്റെ മേലെ കൂടെയും പോയാൽ നമുക്കിതാ അപ്പുറത്തും ഈ 2 മലയൊക്കെ എത്താട്ടോ. പക്ഷെ ഭയങ്കര ടയേർഡ്. അവന് താഴെ കാലിന് വയ്യാന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. അപ്പോൾ വെള്ളമൊന്നുമില്ല. ഓക്കെ, ഈ വഴി കയറിപ്പോയാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അടിപൊളി വ്യൂ ആട്ടോ. നമ്മൾ ഈ വീഡിയോ 2 പാർട്ടാട്ടോ. അമ്പുത്തിമല കയറുന്ന ഈ വീഡിയോ ഫസ്റ്റ് പാർട്ടാട്ടോ ഇത്. ഇനി അടുത്തതിൻ്റെ അവിടെ എത്തിയിട്ടുള്ള 2ാമത്തെ പാർട്ട് കേട്ടോ, അതിൻ്റെ മേലെ ടോപ്പിലെത്തിയിട്ടുള്ള. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും അഡ്വഞ്ചേഴ്സ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.